നമസ്കാരം, ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുജിത്ത്. പാലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അടുക്കളത്തോട്ടം ഉദ്ഘാടനം അങ്കമാലി ഉപജില്ല നൂൺ മീൽ ഓഫീസർ ശ്രീ സുരേഷ് നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് വസന്തകുമാരി ടീച്ചർ, സീനിയർ അസിസ്റ്റന്റ് ദീപാവി നായർ, PTA പ്രസിഡന്റ് അനീഷ് KV, സംസ്ഥാന കർഷക തിലക അവാർഡ് ജേതാവ് ഐസൽ കൊച്ചുമോൻ, അധ്യാപകരായ ആനന്ദ് AT, സിന്ധു M, രാംദാസ്, ദിജി, സുജ P ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു. പാലശ്ശേരിയിലെ ടീച്ചേഴ്സും PTA എല്ലാവരും തന്നെ കൃഷിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ തന്നെ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞാളും തൊട്ട് ഞാനും ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള ആളാണ്. ടീച്ചർമാരായാലും അവർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് കൃഷിയിലേക്ക് എന്നത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ GHS പാലശ്ശേരിയിൽ ഒരു അടുക്കളത്തോട്ടം ഉണ്ടെന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ കൃഷിയിലേക്ക് കുട്ടികൾ ഇറങ്ങുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ കുട്ടികൾ ഇനിയും കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. പാലശ്ശേരി സ്കൂളിലെ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും കൃഷിയിലുണ്ട് എന്നുള്ള വേറെ കാര്യം. സാധാരണ എല്ലാ സ്കൂളുകളിലും സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഒരു അടുക്കള പച്ചക്കറിത്തോട്ടം വേണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്കൂളുകളിലും തന്നെ നമ്മുടെ ഉപജില്ലയിൽ 87 സ്കൂളുകളുണ്ട്. 87 സ്കൂളുകളിലും നല്ല രീതിയിൽ തന്നെ പച്ചക്കറിത്തോട്ടങ്ങളുണ്ട്. ഈ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് ഒരു ലാഭവുമുണ്ട്. കാരണം നമുക്ക് ഈ നല്ലതരം പച്ചക്കറികൾ ഉപയോഗിക്കുകയും ചെയ്യാം അടുക്കളയിലേക്ക്. പിന്നെ സർക്കാർ തരുന്ന പൈസ നമുക്ക് തികയാതെ വരുമ്പോൾ ഈ പച്ചക്കറി ഉപയോഗിച്ച് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് നല്ല വിഷമില്ലാത്ത പച്ചക്കറി കൊടുത്ത് കുട്ടികളെ നല്ല രീതിയിലുള്ള ഒരു ഉച്ചഭക്ഷണ പദ്ധതി ഉണ്ടാവണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. പിന്നെ അതിൽ കൂടുതലായിട്ട് ഈ പച്ചക്കറികളൊക്കെ എങ്ങനെ ഉണ്ടാകണമെന്നും വിത്തുകൾ നട്ട് അതെങ്ങനെ വളരണേന്നൊക്കെ ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കൊക്കെ പഠിക്കാനും ഒരു പാഠഭാഗമായിട്ട് തന്നെ നമ്മുടെ സ്കൂളുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. മിക്ക സ്കൂളുകളിലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. മിക്ക കുട്ടികൾക്കും ഇപ്പം നമ്മൾ അരി എങ്ങനെ ഉണ്ടാകണമെന്ന് കുട്ടികൾക്ക് അറിയാമുണ്ടാവില്ല. ചിലപ്പോൾ അരി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ചോറ് എങ്ങനെ ഉണ്ടാവണമെന്ന് കുട്ടികൾക്ക് അതെങ്ങനെ ഉണ്ടാവണമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലുള്ളൊരു പച്ചക്കറിത്തോട്ടങ്ങൾ സഹായിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ പാലശ്ശേരി സ്കൂള് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. ഈ ജില്ലയിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയും കുട്ടികളുടെ എണ്ണത്തിലും വച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു സ്കൂളാണ്. അങ്ങനെ പോകാൻ സഹായിക്കുന്നത് നല്ലൊരു PTA ഉണ്ട് ഇവിടെ. ഞാൻ പണ്ടുപോലെ കേട്ടിട്ടുണ്ട്, വേലായ സാറിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ചെറിയ സ്കൂളായി ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഞാൻ അങ്കമാലി AU വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് തുടങ്ങിയുള്ളൊരു വളർച്ച ഇപ്പോഴും സ്കൂൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ വളരെ സന്തോഷമാണ് ഇവിടെ വരുമ്പോൾ. കാരണം എല്ലാ മേഖലകളിലും എല്ലാം തന്നെ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഇവിടുത്തെ അധ്യാപകരുടെയും നല്ല PTA സഹകരണം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ പച്ചക്കറിത്തോട്ടം നമ്മളിത് കാത്തു സൂക്ഷിക്കണം. ഏപ്രിൽ മെയ് മാസങ്ങളിലും മിക്ക സ്കൂളുകളിലും ഇത് ആരും പല സ്കൂളുകളിലും അതൊക്കെ ഉണങ്ങിപ്പോകും. അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ നമ്മൾ ഒന്നുകൂടി ശ്രമിച്ച് നല്ല രീതിയിൽ എപ്പോഴും പച്ചക്കറിത്തോട്ടം നല്ല രീതിയിൽ പോകണം. പച്ചക്കറിത്തോട്ടം ഉള്ള സ്കൂളിനാണ് സാമ്പത്തിക സഹായങ്ങൾ സർക്കാർ തരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ, DPI എന്നൊരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. നമ്മൾ പച്ചക്കറിത്തോട്ടത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ സൂക്ഷിക്കണം. ഇടയ്ക്ക് നല്ല പച്ചക്കറിത്തോട്ടത്തിനും ഈ തവണ നല്ല ഉച്ചഭക്ഷണം കൊടുക്കുന്ന സ്കൂളുകൾക്കും സമ്മാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ മീറ്റിങ്ങിൽ പറയുന്നുണ്ട്. അതിൻ്റെ സർക്കുലറൊന്നും വന്നിട്ടില്ല. എങ്കിൽ പോലും നമ്മുടെ സ്കൂളിന് ഇതൊക്കെ സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല പാലശ്ശേരി സ്കൂള് അത്രയും മാത്രം വളർന്നിരിക്കുന്നു. നല്ല ടീച്ചേഴ്സും നല്ല PTA നല്ല കുട്ടികളും ഉള്ളിടത്ത് നല്ല തന്നെ എല്ലാം നല്ലത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാൻ ഈ അവസരത്തിൽ ഇവിടെ ഒരു കുട്ടി കർഷക ഉണ്ടെന്ന് ഇപ്പോൾ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പണ്ട് വായിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് എവിടെയോ, പക്ഷെ എനിക്കത് അത്രയാണ് ക്ലിക്കായില്ല. എങ്കിൽ പോലും ഏറ്റവും ഉചിതം ഈ പച്ചക്കറിത്തോട്ടം ഒരു തൈ നട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും ഉചിതം ഈ കുട്ടി കർഷക തന്നെയാണ്. അതുകൊണ്ട് ആ കുട്ടി കർഷക തന്നെ ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് കുട്ടിയെ നമുക്ക് ക്ഷണിക്കാം. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. പൊടിപ്പും തൊങ്ങലുകളുമില്ലാതെ സത്യസന്ധമായ വാർത്തകളുമായി ഇൻസൈഡ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ ഫോളോ ചെയ്യുക.